എന്നെ ഇവിടെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തിയിരിക്കുകയല്ലേ. എനിക്കിവിടെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? എന്റെ മകൻ ആദർശ് നിൽക്കുമ്പോഴല്ലേ ഇവള് തന്നിഷ്ടപ്രകാരം ഇവളുടെ മകൻ അഭിയുടെ വിവാഹം നടത്തുന്നത്. അവന്റെ അച്ഛൻ ആരാണെന്ന് ഇവൾക്ക് മാത്രമല്ലേ അറിയൂ. ശങ്കർ, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എല്ലാവരുടെ മുമ്പിൽ ഇവൾ അഭിയുടെ അച്ഛന്റെ സ്ഥാനത്ത് എന്നെ നിർത്തിയിരിക്കുകയല്ലേ. എന്റെ പേരുപയോഗിച്ചല്ലേ ഇവൾ അഭിയെ വളർത്തുന്നത് തന്നെ. എന്റെ 2 മക്കൾക്കൊപ്പം വളരുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടാതിരിക്കാൻ എന്റെ രക്തത്തിൽ പിറക്കാത്ത അഭിയുടെ പിതൃത്വം ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രം. എന്റെ ആ മഹാമനസ്കതയെ ഇവരും നിങ്ങളുമെല്ലാം പൂവിട്ട് പൂജിക്കണം. നിന്നോടാണ് സംസാരം നിർത്താൻ പറഞ്ഞത്. നീ ഈ കുടുംബത്തോട് ചെയ്തിട്ടുള്ള ദ്രോഹമൊക്കെ ഇതുവരെ ക്ഷമിച്ചു. വീണ്ടും എല്ലാവരെയും മാനസികമായി പീഡിപ്പിക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ അതിന് ഇവള് തരുന്ന ശിക്ഷ നിനക്ക് താങ്ങാൻ പറ്റില്ല. നീ എന്നും ഈ കുടുംബത്തിന്റെ ഒരു ശത്രുവാ. ആണോ? ആണെങ്കിൽ എന്തിനാണാവോ കല്യാണ ചെറുക്കനുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നെ ഈ കല്യാണത്തിൽ പങ്കെടുപ്പിക്കുന്നത്? ഏട്ടാ നിർത്ത്. ഈ വീട്ടിൽ സന്തോഷകരമായ കാര്യം നടക്കാൻ പോവാ. അതിനിടയില് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കല്ലേ. എനിക്ക് കല്യാണത്തിന് ഒരു റോളും ഇല്ല. ഞാനൊരു ഡമ്മിയല്ലേ. എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ അഭിക്കൊരു അച്ഛൻ. ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നതാ ശങ്കറിന് നല്ലത്. എങ്കിൽ അഭിയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് നീ ക്ഷണിച്ചു വരുത്തിയവരോടൊക്കെ പറ. അതിനുള്ള ചങ്കൂറ്റം കാണിക്ക്. അതിനൊക്കെയുള്ള ചങ്കൂറ്റം സുഹാസിനിക്ക് ഇല്ലാത്തതുകൊണ്ടല്ല. എങ്കിൽ പറ. അറിയണോ? എന്താ എന്തുപറ്റി? അച്ഛനും അമ്മയ്ക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഏയ്, എന്താ അഭിപ്രായ വ്യത്യാസം? അല്ല, അത് പതിവുള്ളതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. എന്താ അമ്മേ? ഏയ് ഒന്നുമില്ല മോനെ. ഇവിടെ ചോദിച്ചാലും അമ്മ പറഞ്ഞ അതേ ഉത്തരമായിരിക്കും കിട്ടുക. ഒന്നുമില്ല. അതെ, 2 ആളും കേൾക്കാൻ പറയുക. ഒന്നുമില്ലാതെ നിങ്ങൾ പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറുന്നത് ഞാൻ കുറെ കാലമായിട്ട് കാണുക. 2 ആളും ഞങ്ങളുടെ അച്ഛനും അമ്മയാണെങ്കിലും ബേസിക്കലി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടണ്ടെന്ന് വിചാരിച്ചിട്ടാ കുത്തി കുത്തി ചോദിക്കാതിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. വിവാഹം കഴിയുന്നതുവരെ എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടരുത്. ഒന്നുമില്ല മോനെ. ഇവര് തമ്മിൽ കല്യാണത്തിന്റെ കാര്യം തന്നെയാ സംസാരിക്കുന്നേ. ക്ഷണിച്ചിട്ട് വന്നവര് പുറത്തുണ്ട്. അവരെ സ്വീകരിച്ചിരുത്താതെ നമ്മളെല്ലാവരും ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല. പെട്ടെന്ന് ഈ ചർച്ച അവസാനിപ്പിച്ച് എല്ലാരും പുറത്തേക്ക് വാ. ആദ്യ ചെല്ല്, ഞങ്ങൾ ഇപ്പൊ വരാം. ഇന്നുവരെ എല്ലാ കാര്യങ്ങളും മക്കളിൽ നിന്ന് മറച്ചുവെച്ച് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഓവറായാൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. മക്കളുടെ മുന്നിൽ പോലും നിങ്ങൾ അപമാനിതനാവും. അതുകൊണ്ട് ഇനിയും എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അപമാനിക്കപ്പെടാൻ പോകുന്നത് ആരാണെന്ന് നിനക്ക് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ മക്കള് തന്നെ നിന്നെ തള്ളിപ്പറയും. അവരുടെ കാൽ കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ അഭി ആരാണെന്ന് നിനക്കെല്ലാവരോടും തുറന്നു പറയേണ്ടി വരും. ഞാൻ നിന്നെക്കൊണ്ടത് പറയിപ്പിക്കും. അപ്പോഴേ ഈ ശങ്കർ ആരാണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലാവും. ആന്റി, എന്താ? അഭിയെ കണ്ടോ ആന്റി? അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും.
ഞാൻ ഇവിടെയൊക്കെ നോക്കി അവനെ കാണുന്നില്ല. കല്യാണം എടുത്തപ്പോ അവനൊരു കിളിപ്പോയ അവസ്ഥയില. അവൻ കാരണം കുടുംബത്തിലെ എല്ലാവരുടെയും കിളി പോവാതിരുന്നാ മതിയായിരുന്നു. നീയാണോ എല്ലാവർക്കും ഡ്രിങ്ക് സപ്ലൈ ചെയ്യുന്നത്? ഇവിടെ വേറെ ആരുമില്ലേ? ധാരാളം ആൾക്കാരുണ്ട്, പക്ഷെ ഗസ്റ്റിനെ ഒന്ന് വെൽക്കം ചെയ്യാൻ പോലും ആരുമില്ല. നീ അഭിയെ കണ്ടോ? ആ, ഞാൻ കണ്ടില്ല. അഭിയേട്ടന് എവിടെയെങ്കിലും ഗിറ്റാറും വായിച്ചിരിപ്പുണ്ടാവും. അത് കുഴപ്പമില്ല, ആളെ താലി കെട്ടാൻ നേരത്തെ കിട്ടിയാൽ മതിയല്ലോ. പക്ഷെ അച്ഛൻ എങ്ങോട്ടോ വാനിഷ് ആവുന്നതെന്ന് ഒരു പിടിയില്ല. നീയേ അഭി എവിടാ നോക്ക്. ആ, നമുക്ക് വരനെ കാണാനില്ലെന്ന് പറഞ്ഞൊരു പരസ്യം ചെയ്താലോ? ചെന്ന് നോക്കടി. അമ്മേ, ദേ അഭിയേട്ടന് എന്തോ പ്രശ്നമുണ്ട്. വെളിച്ചത്തേക്ക് വരാതെ എല്ലാരിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക. ഋതു, ഇവൻ എവിടെയായിരുന്നു? വീടിന്റെ പിന്നിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കുകയായിരുന്നു. അബി, നിനക്ക് എന്താ പറ്റിയേ? ഏയ്, എനിക്കൊന്നുമില്ല ആന്റി. ഇവള് വെറുതെ ഓരോന്ന് പറയുന്നതാ. ഇപ്പൊ ഞാൻ പ്രതിയായോ? അഭിക്ക് ഒരു പ്രശ്നവുമില്ല. വിവാഹ മുഹൂർത്തം അടുത്തു വരുന്നതിന്റെ ടെൻഷനാ. വിവാഹ മുഹൂർത്തം അടുത്ത് വരുമ്പോ എല്ലാവർക്കും സന്തോഷല്ലേ ഉണ്ടാവുക? അങ്ങനെ പറയാൻ നിനക്ക് കല്യാണം കഴിഞ്ഞതിന്റെ വല്ല എക്സ്പീരിയൻസും ഉണ്ടോ? ആ, അതിനുള്ള സമയമായിട്ടില്ലല്ലോ. എന്റെ കല്യാണം ആവട്ടെ, അപ്പ കാണിച്ചിരുന്നുണ്ട്. പാട്ടും പാടി ഞാൻ ഇവിടെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നത് കാണാം. അല്ലാതെ ഇതൊരു മാതിരി തൂക്കിലേറ്റുന്ന ഒരു പ്രതിയെ പോലെ. കണ്ടോ കണ്ടോ, എന്റെ മുത്തശ്ശി വരെ ചിരിച്ചു. എന്തിനാ അബി നീ ഇങ്ങനെ പരിഹാസം ഏറ്റുവാങ്ങുന്നേ? നീ പഴയതുപോലെ സ്മാർട്ടാവ്. ഞാൻ എന്താ വേണ്ടതെന്ന് നിങ്ങൾ പറ, ഞാൻ അതുപോലെ ചെയ്യാം. വരുന്നവരെല്ലാം അഭിയെ അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. രണ്ടുപേരും ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിലേക്ക് വരുന്നില്ല. വരുന്നവരോടെല്ലാം ഞാനാ മറുപടി പറയുന്നത്. അച്ഛനെ ആണെങ്കിൽ എവിടെയും കാണുന്നുമില്ല. ചോദിക്കുന്നവരോട് ഞാൻ എന്താ പറയേണ്ടത്? അല്ല, അച്ഛനിപ്പോ ഇവിടെ ഉണ്ടോ? ഏട്ടനകത്തുണ്ട്, ഞാൻ വിളിച്ചോണ്ട് വരാം. അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് വരാൻ അച്ഛൻ ഈ വീട്ടിൽ അന്യനാണോ? മക്കളുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്തേണ്ട ഉത്തരവാദിത്വം അച്ഛൻ്റെതല്ലേ? ഞങ്ങളെല്ലാം അച്ഛന്റെ മക്കളല്ലേ? അഭി അച്ഛന്റെ രണ്ടാമത്തെ മകനല്ലേ? എന്നിട്ടും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ എല്ലാ ചടങ്ങുകളിൽ നിന്നും മാറി നിൽക്കുകയും അകലം പാലിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ഇനി അമ്മയോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സ്വന്തം മകന് നേരെ കാണിക്കാൻ പാടുണ്ടോ? അതി, ഏട്ടൻ മനഃപൂർവ്വം മാറി നിൽക്കുന്നതല്ല. കുറച്ചു മുമ്പ് ഫോണിൽ ആരോട് സംസാരിക്കുന്ന ഞാൻ കണ്ടു. ചില സമയത്ത് ഏട്ടൻ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കാറുണ്ട്. പിന്നൊന്നും പെട്ടെന്ന് ഓർമ്മയുണ്ടാവില്ല. ആന്റി അച്ഛനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. ഒരു ഫോൺ കോൾ വരുമ്പോഴേക്കും സ്വന്തം മകന്റെ കല്യാണം മറന്നുപോകാൻ മാത്രം അച്ഛൻ അൽഷിമേഴ്സ് ഒന്നും പിടിപെട്ടിട്ടില്ലല്ലോ. അച്ഛൻ മനസ്സിൽ എന്തോ വെച്ചുകൊണ്ട് മനഃപൂർവ്വം മാറി നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് വരാം. വേണ്ട, ഞാൻ വിളിച്ചോണ്ട് വരാം. സുഹാസിനി, എന്താ അബി, നിനക്ക് എന്താ പറ്റിയേ? ആ, ഏട്ടനെന്താ പറ്റിയെന്നേ ഞാൻ പറയാം. ചുമ്മാ ഇരിക്കടി. അച്ഛനെന്താ ഒന്നും പറയാത്തത്? നിന്നെ ഇപ്പൊ സുഹാസിനിയാണോ എന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടത്? ഒരാവശ്യത്തിനും മറ്റൊരു ദൂതനെ പറഞ്ഞേക്കുന്ന ശീലം അമ്മയ്ക്കില്ലല്ലോ. അവൾ എന്നെ വിളിക്കാൻ വരാത്തോണ്ട് ചോദിച്ചതാ. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നിങ്ങൾക്കിടയിൽ രഹസ്യമായി എന്തോ തർക്കം നടക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ അത് എന്തിന്റെ പേരിലാണെന്ന് ആർക്കും അറിയില്ല. അച്ഛാ, എന്താണെങ്കിലും പറ. അച്ഛന്റെ മൂത്ത മകനല്ലേ ഞാൻ? മൂത്ത മകനോട് പറയാൻ മാത്രം ഒരു പ്രശ്നവുമില്ല. അത് ഞാൻ വിശ്വസിക്കില്ല. പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട. പക്ഷെ എന്തുകൊണ്ട് അച്ഛൻ അഭിയുടെ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്? അഭിയോട് എപ്പോഴും അച്ഛനൊരു ഇഷ്ടക്കുറവ് കാണിക്കാറുമുണ്ട്. അതില്ലെന്ന് പറയരുത്. അതുകൊണ്ട് തന്നെയാ അച്ഛൻ അവന്റെ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷെ എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും അച്ഛൻ അവനോട് ദേഷ്യം കാണിക്കാനുള്ള സമയമല്ല ഇത്. അച്ഛന്റെ അമ്മയുടെയും 3 മക്കളിൽ ഒരാളുടെ കല്യാണവും നടക്കുന്നത്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ചടങ്ങ് മുന്നിൽ നിന്ന് നടത്തേണ്ടത് അച്ഛനാ. നമുക്ക് സ്വർണവും വസ്ത്രവും ആർഭാടവും ഒക്കെ കാശ് കൊടുത്ത് വാങ്ങാം. പക്ഷെ അച്ഛനെ വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഈ നിമിഷം മുതൽ എല്ലാറ്റിനും മുന്നിൽ അച്ഛൻ ഉണ്ടാവണം. വാ അച്ഛാ, അച്ഛൻ എന്റെ കൂടെ വാ. എന്തുണ്ടെങ്കിലും നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് സംസാരിച്ച് പരിഹരിക്കാം. അച്ഛൻ വാ. ശങ്കർ,
ആവശ്യമില്ലാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? ആദർശിനോട് വല്ലതും പറയുവോ? വിവാഹം ഒരു തടസ്സവും കൂടാതെ നടന്നാ മതിയായിരുന്നു. ആ